എന്താണ് ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ണി വന്ന് കണ്ണാടി മാത്രമേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട് മിഷൻ 90 കഴിഞ്ഞപ്പം. ഞാനത് ഇട്ട് വരുമ്പോൾ പറയാം, നീ അന്ന് പൊട്ടിക്കല്ല, പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ തൊഴിൽ ഞാൻ ഇടിക്കും. ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത്. അതൊരു സംഭവം. ഉണ്ണി എടുത്ത് അത് പഠിക്കണമെന്നില്ല. ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട്. ഞങ്ങളതിൽ ആദ്യം ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമൂന്തൻ ഉണ്ടെങ്കിൽ 10-21 വർഷം മുന്നേ 21,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഈ മേജർ രവി. അന്ന് ഈ ഉണ്ണിമൂന്തനെ അറിയുപോലുമില്ല. മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു. അതിനുശേഷം പിന്നെ അത് നടന്നില്ല, അത് പോയി. അതിനുശേഷം പലയിടത്തും ഉണ്ണിമൂന്തൻ മേജർ രവി എടുത്തിട്ട് ഇടിച്ചു ബുക്ക് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത്. ഇന്നലത്തെ ഉണ്ണിയുടെ പ്രശ്നം എന്താണ്? ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. അപ്പം അത് വിട്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വീടിനടുത്താണ് ആ ഒരു സ്ത്രീ 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിൽ വരുന്നു. നമ്മൾ ആദ്യം എന്താ പറയുക? ഒരു തള്ളയായിട്ട് ചെയ്ത ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണെന്നത്. ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കുന്നത് എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ അമ്മേനെയും കുറ്റപ്പെടും. അതിൻ്റെ കാരണം എന്താണ്? അത് ഭർത്താവിൻ്റെ അനിയനാണ്, ഇങ്ങനെല്ലാം പിന്നീടാണ് വരുന്നത്. അതുപോലെ ഉണ്ണിമൂന്നിൻ്റെ വെയിറ്റ് ചെയ്യും. ഏതാ കറക്റ്റ്. ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത്. അതൊരു സംഭവം. ഉണ്ണി എടുത്ത് അത് പഠിക്കണമെന്നില്ല. കറക്റ്റ്. ഞാൻ ഇന്ന് കാലത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുത്തിട്ടില്ല. അവനറിയാൻ ഞാൻ വിളിച്ചത് എന്താണ് സംസാരിക്കാന്നുള്ളത്. അപ്പോൾ അവൾ വിളിച്ചിട്ടില്ല. ഉണ്ണി വന്ന് കണ്ണാടി മാത്രമേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. നീ എന്തിന് ടെൻഷൻ അടിക്കുന്നത്? കണ്ണാടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഈ കണ്ണാടി പറയുന്നത് ഉണ്ണിമുകുന്ദന് ഏറ്റവും ശത്രുതയുള്ള ഏതോ ഒരു നടൻ കൊടുത്ത കണ്ണാടിയാണ് ആ ചേട്ടൻ അണിഞ്ഞത്. അതുകൊണ്ടാണ് അത് പൊട്ടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഞാൻ ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട് മിഷൻ 90 കഴിഞ്ഞപ്പം. ഞാനത് ഇട്ട് വരുമ്പോൾ പറയാം, നീ അന്ന് പൊട്ടിക്കല്ല. അല്ലല്ല, ആ കണ്ണാടിയുള്ള വിദ്വേഷം കൊണ്ടാണെന്നോ? കണ്ണാടി ഉണ്ണിമുകുന്ദന് മലയാള സിനിമയിൽ ഒരു നടനോട് ശത്രുതയുണ്ട്. ആ ശത്രുതയുള്ള നടൻ സമ്മാനിച്ചൊരു കണ്ണാടിയായിരുന്നു ചേട്ടൻ അണിഞ്ഞതെന്ന്. വിപിൻ അണിഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് അത് പൊട്ടിച്ചത്. കറക്റ്റ്. അത്രേ ഉള്ളൂ. ഞാൻ നീ ഇപ്പം ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് എന്നെ കുറേ തെറി വിളിക്കും. എന്നെ കുറേ ആൾക്കാർ തെറി വിളിക്കുന്നു. ഇവനൊന്നും ഫേസ് എനിക്ക് കാണില്ല, പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ തെറി വിളിച്ച് ഞാൻ അടിക്കും.